ഇപ്പം മുരിങ്ങയ്ക്കയുടെ സീസൺ ആണല്ലോ. അപ്പോൾ നമുക്ക് മുരിങ്ങയ്ക്ക കേടാകാണ്ട് ഒരു വർഷം വരെ സ്റ്റോർ ചെയ്യുന്ന കുറച്ച് വ്യത്യസ്തങ്ങളായ രീതി കണ്ടു നോക്കിയാലോ. മുരിങ്ങയ്ക്കായ്ക്ക് വില കുറവുള്ള സമയത്ത് ഇതുപോലെ വാങ്ങി നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ സീസൺ അല്ലാത്ത സമയത്ത് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും കേട്ടോ. അതും ഫ്രഷ് ആയിട്ട് തന്നെ ഉപയോഗിക്കാം. ഈ ഒരു വീഡിയോയിൽ 6-7 ടിപ്പുകൾ കാണിക്കുന്നുണ്ട് കേട്ടോ. എല്ലാം ഞാൻ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് സക്സസ് ആയിട്ടുള്ള ടിപ്പുകളാണ്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കാണാം. ആദ്യത്തെ രീതി, ഇതുപോലെ കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള മുരിങ്ങയ്ക്ക എടുക്കാം. അതിനുശേഷം നല്ല വൃത്തിയുള്ള ഒരു കോട്ടൻ്റെ തുണിയിലേക്ക് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത് പോലെ പൊതിഞ്ഞെടുക്കണം കേട്ടോ. ഈ ഒരു രീതിയിൽ നമുക്ക് 2 ആഴ്ച വരെ മുരിങ്ങയ്ക്ക ഫ്രിഡ്ജിലൊന്നും വെക്കാതെ ഫ്രഷ് ആയിട്ട് ഉപയോഗിക്കാനായിട്ട് കഴിയും. ഈ ഒരു രീതിയിൽ സ്റ്റോർ ചെയ്യുമ്പോൾ നമ്മൾ മുരിങ്ങയ്ക്ക മുറിച്ചെടുക്കുന്നില്ല കേട്ടോ. മുഴുവനെ ഇതുപോലെ 2 സൈഡിൽ നിന്നും കോട്ടൻ്റെ തുണി വെച്ച് നല്ലതുപോലെ പൊതിഞ്ഞതിന് ശേഷം ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കാം. ചിലർക്കൊക്കെ പച്ചക്കറികൾ ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കുന്നത് ഇഷ്ടമല്ലായിരിക്കും. അങ്ങനെയുള്ളവർക്കൊക്കെ മുരിങ്ങയ്ക്ക ഒരു 2 ആഴ്ച വരെ ഈ ഒരു രീതിയിൽ വെച്ചാലും നമുക്ക് കേടാകാണ്ട് ഉപയോഗിക്കാനായിട്ട് കഴിയും കേട്ടോ. ഇതുപോലെ 2 സൈഡിൽ നമ്മൾ റബ്ബർ ബാൻഡ് ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് വെള്ളം നമ്മൾ ഈ ഒരു കോട്ടൻ്റെ തുണിയിൽ നനച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എപ്പോഴും നനച്ചു കൊടുക്കേണ്ട. ഈ വെള്ളത്തിൻ്റെ നനവ് മാറുമ്പോൾ നമുക്ക് കുറച്ചൊന്ന് തളിച്ചു കൊടുത്താൽ മതി. ഞാനൊരു 2-3 ദിവസം ഇടവിട്ടിട്ട് വെള്ളം ഇതുപോലെ ഒന്ന് തളിച്ചു കൊടുക്കാറുണ്ട്. 2 ആഴ്ച കഴിഞ്ഞ് നമ്മൾ തുറന്ന് നോക്കിയാലും മുരിങ്ങയ്ക്ക ഉണങ്ങിയൊന്നും പോകാതെ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും. അപ്പം ഫ്രിഡ്ജില്ലാത്തവർക്കും ഫ്രിഡ്ജിൽ വെച്ചിട്ട് പച്ചക്കറികൾ എടുത്ത് ഉപയോഗിക്കാൻ താല്പര്യമില്ലാത്തവർക്കും ഈ ഒരു രീതിയിൽ മുരിങ്ങയ്ക്ക സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ്. ഇപ്പം നമ്മൾ തുണിയിൽ നനച്ചു കൊടുത്തിരിക്കുന്ന വെള്ളം ഉണങ്ങി തുടങ്ങുന്ന സമയത്ത് നമുക്ക് അടുത്തത് തളിച്ചു കൊടുക്കുക. ഞാൻ 2 ദിവസം ഇടവിട്ടിട്ടാണ് കേട്ടോ ഇതുപോലെ വെള്ളം തളിച്ചു കൊടുക്കുന്നത്. ഇനി നമ്മൾ അടുത്ത രീതിയിൽ മുരിങ്ങയ്ക്ക 2 ആഴ്ച വരെ ഫ്രിഡ്ജിൽ എങ്ങനെ ഫ്രഷ് ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാമെന്നാണ് നോക്കുന്നത്. അതിനായിട്ട് ആവശ്യമുള്ള മുരിങ്ങയ്ക്ക എടുത്ത് 1-2 ആയിട്ട് നമുക്ക് മുറിച്ചെടുക്കാം കേട്ടോ. ഞാനിപ്പം ഈ ഒരു മുരിങ്ങയ്ക്ക 2 ആയിട്ടാണ് മുറിച്ചെടുത്തിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ ആ മുറിച്ച ഭാഗത്തും മുരിങ്ങയ്ക്കയിൽ മൊത്തവും നല്ലതുപോലെ നമുക്ക് കുറച്ച് എണ്ണ തേച്ച് കൊടുക്കാം. കുക്കിംഗ് ഓയിലോ വെളിച്ചെണ്ണയോ ഏതെങ്കിലും ഓയിൽ നമ്മുടെ ആ മുരിങ്ങയ്ക്കയിൽ മൊത്തമായിട്ട് നല്ല രീതിയിൽ ഒന്ന് തടവി കൊടുത്തതിന് ശേഷം ന്യൂസ് പേപ്പറിൽ നല്ല പോലെ മടക്കി നമ്മൾ ഫ്രിഡ്ജിൽ വെജിറ്റബിൾസ് ഒക്കെ വെക്കുന്ന ഭാഗമുണ്ടല്ലോ അവിടെ വെക്കുകയാണെങ്കിൽ ഒരു 2 ആഴ്ച വരെ ഇത് ഫ്രഷ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് കഴിയും. ഇതുപോലെ എണ്ണയൊന്ന് തടവി കൊടുത്തതിന് ശേഷം ന്യൂസ് പേപ്പറിൽ മടക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാവുന്നതാണ് കേട്ടോ. ഈ ഒരു ടിപ്പ് മിക്കവാറും ആളുകൾ മുരിങ്ങയ്ക്ക സ്റ്റോർ ചെയ്യുന്ന സമയത്ത് ചെയ്യുന്നതാണ്. കുറച്ച് മുരിങ്ങയ്ക്കയൊക്കെ നമ്മുടെ കയ്യിലുള്ളൂ. പച്ചക്കറിയൊക്കെ വാങ്ങുന്ന സമയത്ത് ആ കിട്ടുന്ന മുരിങ്ങയ്ക്ക ഞാൻ ഇതുപോലെയാണ് കേട്ടോ 1-2 ആഴ്ചത്തേക്ക് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഇതുപോലെ ന്യൂസ് പേപ്പറിൽ നിന്ന് മടക്കിയെടുത്തതിന് ശേഷം റബ്ബർ ബാൻഡ് ഇട്ടിട്ട് വെജിറ്റബിൾസ് ഒക്കെ സ്റ്റോർ ചെയ്യുന്ന ബോക്സിൽ വെക്കാറാണ് പതിവ്. അടുത്ത രീതി, നമുക്ക് 1 മാസം വരെ മുരിങ്ങയ്ക്ക എങ്ങനെ ഫ്രഷ് ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാമെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് വേണ്ടത് ക്ലിങ് ഫിലിമാണ് കേട്ടോ. ഒട്ടുമിക്ക കടകളിലും നമുക്ക് വാങ്ങാനായിട്ട് കിട്ടും. അപ്പം കുറച്ച് ക്ലിങ് ഫിലിം എടുത്തിട്ട് ഈ ഒരു രീതിയിൽ നമ്മൾ സ്റ്റോർ ചെയ്യുന്ന സമയത്ത് മുരിങ്ങയ്ക്കയിൽ ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ നനവ് പാടില്ല കേട്ടോ. നല്ല പോലെ എയർ ടൈറ്റ് ആയിട്ട് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത് പോലെ മുരിങ്ങയ്ക്ക ഈ ഒരു ക്ലിങ് ഫിലിം ഉപയോഗിച്ച് കവർ ചെയ്തതിന് ശേഷം നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ 1 മാസം വരെ നമുക്ക് ഫ്രഷ് ആയിട്ട് ഉപയോഗിക്കാനായിട്ട് കഴിയും. മുരിങ്ങയ്ക്കയിൽ വെള്ളത്തിൻ്റെ നനവുണ്ടെങ്കിൽ പെട്ടെന്ന് പൂത്തു പോകും കേട്ടോ. അതുകൊണ്ട് തന്നെ ഈ ഒരു രീതിയിൽ സ്റ്റോർ ചെയ്യുന്ന സമയത്ത് മുരിങ്ങയ്ക്കയിൽ ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ നനവ് പാടില്ല. ഇതുപോലെ ക്ലിങ് ഫിലിം വെച്ചിട്ട് റാപ്പ് ചെയ്തിട്ട് നമുക്ക് സ്റ്റോർ ചെയ്യുവാണെങ്കിൽ 1 മാസം വരെ നമുക്ക് ഫ്രഷ് ആയിട്ട് തന്നെ ഉപയോഗിക്കാം. ഒട്ടും തന്നെ ഉണങ്ങി പോകത്തില്ല നമ്മുടെ മുരിങ്ങയ്ക്ക. ഈ ഒരു രീതിയിൽ നമ്മൾ മുരിങ്ങയ്ക്ക സ്റ്റോർ ചെയ്യുമ്പം കട്ട് ചെയ്യുന്നില്ല കേട്ടോ. ഇതുപോലെ ക്ലിങ് ഫിലിം വെച്ച് ഒട്ടും തന്നെ എയർ കയറാത്ത രീതിയിൽ ചുറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം നമുക്ക് എബ്രോഡൊക്കെ ഉള്ളവർക്ക് മുരിങ്ങയ്ക്ക കൊണ്ടുപോകണമെങ്കിൽ ഈ ഒരു രീതിയിൽ നമുക്ക് കൊണ്ടുപോകാവുന്നതാണ്. 1 മാസം വരെയൊക്കെ നല്ല ഫ്രഷ് ആയിട്ട് ഇരുന്നോളും കേട്ടോ. ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം, മുരിങ്ങയ്ക്കയിൽ വെള്ളത്തിൻ്റെ നനവ് പാടില്ല. അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പൂത്തു പോകും. ഇതുപോലെ നല്ല ടൈറ്റായിട്ട് നിങ്ങളൊന്ന് പാക്ക് ചെയ്തെടുത്താൽ മാത്രം മതി. 6 മാസം വരെ മുരിങ്ങയ്ക്ക എങ്ങനെ ഫ്രഷ് ആയിട്ട് സ്റ്റോർ ചെയ്യാമെന്നുള്ളതാണ് കേട്ടോ നമ്മുടെ അടുത്ത രീതി. അതിനുവേണ്ടി മുരിങ്ങയ്ക്ക ചെറിയ ചെറിയ പീസുകളായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ കറിയിലൊക്കെ എങ്ങനെയാണോ ഉപയോഗിക്കുന്നത് ആ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുത്താൽ മതി. അവിയലും സാമ്പാറും ഒക്കെ വെക്കുന്ന സമയത്ത് നമ്മൾ മുരിങ്ങയ്ക്ക എങ്ങനെയാണോ കട്ട് ചെയ്തെടുക്കുന്നത് അതേപോലെ തന്നെ അതിൻ്റെ നാരൊക്കെ ഇതുപോലെ കളഞ്ഞതിന് ശേഷം ചെറിയ പീസുകളായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം എയർ ടൈറ്റ് ആയിട്ടുള്ള ബോക്സിലോ അല്ലെങ്കിൽ സിപ്ലോക്ക് ബാഗിലോ ആക്കിയിട്ട് നമ്മൾ അതിൻ്റെ എയറൊക്കെ നല്ലതുപോലെ കളഞ്ഞ് ഫ്രീസറിൽ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ 6 മാസം വരെ നമ്മുടെ മുരിങ്ങയ്ക്ക നല്ല ഫ്രഷ് ആയിട്ട് ഇതുപോലെ തന്നെ ഇരിക്കും കേട്ടോ. ഇതിൻ്റെ കളറ് പോലും ചേഞ്ച് ആവത്തില്ല. ഇപ്പം സീസണൊക്കെ ആയതുകൊണ്ട് തന്നെ മുരിങ്ങയ്ക്ക നമുക്ക് നല്ല വിലക്കുറവിൽ കിട്ടും. അപ്പം ഇതുപോലെ വളരെ സിമ്പിളാണ് കേട്ടോ. ആർക്കും ചെയ്യാവുന്നൊരു രീതിയാണ്. ചെറിയ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്തിട്ട് ഇങ്ങനൊരു സിപ്ലോക്ക് ബാഗിലാക്കി അതിൻ്റെ എയറൊക്കെ കളഞ്ഞിട്ട് നിങ്ങൾ ഫ്രീസറിൽ വെച്ച് നോക്കൂ. 6 മാസം വരെ നമുക്ക് സാമ്പാറോ അവിയലോ അല്ലെങ്കിൽ മുരിങ്ങയ്ക്ക തോരനോ ഒക്കെ ഉണ്ടാക്കാനായിട്ട് ഇത് ഉപയോഗിക്കാവുന്നതാണ്.
ഞാനിതുപോലെ മുരിങ്ങയ്ക്കയൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ട് മുരിങ്ങയ്ക്ക സാമ്പാർ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. ഒട്ടും തന്നെ ടേസ്റ്റ് വ്യത്യാസം ഒന്നും ഉണ്ടാവില്ല. നമ്മൾ ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട് ചെയ്യുന്നതാണെന്ന് തോന്നത്തേ ഇല്ല കേട്ടോ. നമ്മൾ ഫ്രഷ് ആയിട്ട് മുരിങ്ങയ്ക്ക എങ്ങനെയാണോ കട്ട് ചെയ്തെടുത്തിട്ട് വെക്കുന്നത് അതേ ഒരു ടേസ്റ്റൊക്കെ ആയിരിക്കും. നമ്മുടെ പറമ്പിൽ ഇപ്പോൾ ഒരുപാട് മുരിങ്ങയ്ക്ക ഉണ്ടായി, ബന്ധുക്കൾക്കും അയൽവീട്ടിലും ഒക്കെ കൊടുത്തിട്ട് വീണ്ടും അധികം വരികയാണെങ്കിൽ ഒരു വർഷം വരെയൊക്കെ ഇപ്പം നമുക്കൊന്ന് മുരിങ്ങയ്ക്ക സ്റ്റോർ ചെയ്ത് വെക്കണമെങ്കിൽ ഈ ഒരു രീതി നല്ല ബെസ്റ്റ് മെത്തേഡാണ് കേട്ടോ. അതിനായിട്ട് ഞാനൊരു സ്റ്റീമറിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി ഈ സ്റ്റീമറിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മുരിങ്ങയ്ക്ക ഇട്ട് കൊടുത്ത് ഒരു 3 മിനിറ്റ് നമുക്കൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. ഒരുപാട് വേവിച്ചെടുക്കരുത്, 3 മിനിറ്റ് സ്റ്റീം ചെയ്തെടുത്താൽ മതി. മുരിങ്ങയ്ക്ക നമ്മൾ പൊതുവെ സാമ്പാറിനും അവിയലിനും തോരനും ഒക്കെ വെക്കാനായിട്ട് കട്ട് ചെയ്യുന്നൊരു രീതി ഉണ്ടല്ലോ, ആ ഒരു രീതിയിലാണ് സ്റ്റീം ചെയ്യാനായിട്ട് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഒരുപാട് കുത്തി നിറയ്ക്കരുത് സ്റ്റീമറിനുള്ളിലേക്ക്. ഇതുപോലെ വളരെ കുറച്ചിട്ട് കൊടുത്തിട്ട് 3 മിനിറ്റ് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കുക. ഒരുപാടുണ്ടെങ്കിൽ 2-3 പ്രാവശ്യം ഈ ഒരു രീതിയിലിട്ട് സ്റ്റീം ചെയ്തെടുത്താൽ മതി. 3 മിനിറ്റ് കഴിഞ്ഞ് ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം നല്ല തണുത്ത വെള്ളത്തിലേക്ക് നമുക്ക് മുരിങ്ങയ്ക്ക ഇട്ട് കൊടുക്കാം. ഞാൻ കുറച്ച് ഐസ് ക്യൂബ് ഇട്ട വെള്ളത്തിലേക്കാണ് കേട്ടോ മുരിങ്ങയ്ക്ക ഇട്ട് കൊടുക്കുന്നത്. ഇനി ഈ ഒരു വെള്ളത്തിൽ 5 മിനിറ്റ് നേരം നമ്മുടെ മുരിങ്ങയ്ക്ക കിടക്കട്ടെ. അതിനുശേഷം ഒരു സ്റ്റെയിനറിലേക്ക് നമുക്ക് ഇതിനെ എടുക്കണം. ഇതുപോലെ തണുത്ത വെള്ളത്തിൽ ഒരു 5 മിനിറ്റ് ഇട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ മുരിങ്ങയ്ക്ക നല്ലപോലെ തണുത്ത് കിട്ടും കേട്ടോ. അതിനുശേഷം ഒരു സ്റ്റെയിനറിലേക്ക് എടുത്ത് അതിൻ്റെ വെള്ളമെല്ലാം കളഞ്ഞതിന് ശേഷം നല്ല കട്ടിയുള്ളൊരു കോട്ടൺ തുണിയിലേക്ക് ഇട്ട് ഒന്നുകിൽ നമുക്ക് ഫാനിൻ്റെ കീഴിൽ വെച്ചിട്ട് ആ ഒരു വെള്ളത്തിൻ്റെ നനവൊക്കെ ഒപ്പിയെടുക്കാം. ഇല്ലെങ്കിൽ നമുക്ക് ഒരു കോട്ടൺ തുണി കൊണ്ട് നല്ലതുപോലെ ഒന്ന് തുടച്ചെടുത്താലും മതി. ഇതേ കണ്ടില്ലേ, നമ്മൾ സ്റ്റീം ചെയ്തെടുത്തിട്ട് മുരിങ്ങയ്ക്ക നല്ല ഫ്രഷ് ആയിട്ട് ഗ്രീൻ ആയിട്ട് തന്നെ ഇരിപ്പുണ്ട്. ഈ ഒരു രീതിയിൽ വേണം കേട്ടോ സ്റ്റീം ചെയ്തെടുക്കാനായിട്ട്. അല്ലാതെ ഒരുപാട് വേവിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒരു വർഷം വരെ ഒന്നും നമ്മുടെ മുരിങ്ങയ്ക്ക ഇരിക്കത്തില്ല. ഇനി ഇതൊന്ന് നിരത്തിയിട്ട് നല്ലതുപോലെ അതിൻ്റെ വെള്ളത്തിൻ്റെ നനവൊക്കെ മാറിയതിന് ശേഷം ഒരു സിപ്ലോ കവറിലാക്കി നിങ്ങൾ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുവാണെങ്കിൽ ഒരു വർഷം വരെ നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള മുരിങ്ങയ്ക്ക ഉപയോഗിക്കാനായിട്ട് കഴിയും. ഇവിടെയൊക്കെ സീസൺ അല്ലെങ്കിൽ ഒരു മുരിങ്ങയ്ക്കൊക്കെ 20-25 രൂപയൊക്കെ കൊടുക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ ഞാൻ ഒരുപാട് കിട്ടുന്ന സമയത്ത് ഇതുപോലൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ വ്യത്യസ്തങ്ങളായ രീതിയിൽ മുരിങ്ങയ്ക്ക എങ്ങനെ ഒരു വർഷം വരെ കേടാകാണ്ട് ഉപയോഗിക്കാം എന്നതാണ് കാണിച്ചത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തോളൂ. തീർച്ചയായിട്ടും ഇത് ഒരുപാട് പേർക്ക് ഉപയോഗപ്രദമായിട്ടുള്ളൊരു വീഡിയോ ആണ്. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. വീണ്ടും നല്ല വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.